ഹലോ ഗേസ്, അപ്പോൾ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ബംഗാളി മാർക്കറ്റിലാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വൃത്തിയില്ലാതെ ഉള്ള ഒരു ബംഗാളി മാർക്കറ്റൊക്കെ ആയിരുന്നു, കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഉള്ളവർക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ അത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത്, ദുബായ് ഗവൺമെൻറ് ഏറ്റെടുത്ത് പുതിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വന്നപ്പം വളരെ അടിപൊളി വൃത്തിയുള്ളതും നല്ല സൂപ്പറാണ് കാണാൻ. ഇപ്പം എല്ലാം നല്ല ഇതുപോലുള്ളൊരു മാർക്കറ്റ് നമ്മുടെ നാട്ടിലും വന്നാൽ നന്നായിരിക്കുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഇതുപോലെ നല്ല എന്താ കളിക്കാനുള്ള ഇടങ്ങളുണ്ട്, നമുക്ക് എല്ലാം കാര്യങ്ങളുണ്ട്. ഫുഡ് കോർട്ട്, പച്ചക്കറി വയ്ക്കുന്ന ഇടം, ഇതെല്ലാം ഏകീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ ചെറിയൊരു മാസം ഡെയിലി ഒരു എന്തോ ക്യാഷ് കൊടുക്കണമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നന്നായി. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് പോയിരുന്നത്. വന്നപ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടപ്പോഴത്തേക്കും നല്ല ഇതുണ്ട്, എല്ലാം നല്ല വൃത്തിയായി. നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ മാർക്കറ്റ് ഇതുപോലെ സെറ്റാക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയായിരുന്നു, ഒരെണ്ണം കീറി അങ്ങനെ തയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞങ്ങളിവിടെ കയറി കണ്ടത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു ദിവസം വരണം. ഇപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവുകയായിരുന്നു. ഇനി വന്നിട്ട് നല്ലവണ്ണം ഒന്ന് കാണണം. ഇപ്പം ഫുഡ് കോർട്ടും കാര്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് എടുത്തിട്ടില്ല വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വട്ടം വരുമ്പോഴത്തേക്കും നല്ലവണ്ണം വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറൊരു വീഡിയോ ഇടാം. ഇതാണ് ഫുഡ് കോർട്ട് ഏരിയ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്.